ഇന്ത്യ ന്യൂസിൻ്റെ പാലായിലെ താരങ്ങൾ എന്ന പരിപാടിയിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് നടനും കാരുണ്യ പ്രവർത്തകനുമായ പ്രശാന്ത് അണ്ണനാണ്. സ്വാഗതം. ഈ പ്രശാന്ത് അണ്ണൻ എന്ന പേരിലാണല്ലോ കൂടുതൽ അറിയപ്പെടുന്നത്. എന്താ അങ്ങനെ? അത് ആക്ച്വലി എനിക്ക് ചെറുപ്പത്തിൽ ഫോൺ വീട്ടിലേക്ക് വിളിക്കുമ്പോഴത്തേക്കും പെങ്ങൾ വിളിക്കും, പ്രശാന്ത് അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പെങ്ങൾ പറയും അണ്ണൻ ഇവിടെ ഇല്ല എന്ന് പറയും. അപ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്കും പിന്നെ ഒരു അണ്ണ എന്നുള്ള വിളിയായി. പിന്നെ എൻ്റെ പ്രസ്ഥാനങ്ങൾക്കെല്ലാം അണ്ണൻസ് മൊബൈൽ, അണ്ണൻസ് ഓട്ടോമൊബൈൽ, അങ്ങനെ എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഇപ്പം അണ്ണൻസ് ലേക്ക് റിസോർട്ട്സ് തുടങ്ങാൻ പോകണം കോമഡിയകത്ത് എല്ലാത്തിനും അങ്ങനെ ഇട്ട്. പിന്നെ പാലായിലും എല്ലാ പരിസരത്തും ആരാണെങ്കിലും ഇപ്പോൾ അങ്ങനെ ഒരു അണ്ണൻസ് അല്ല അണ്ണ എന്നുള്ള വിളിയായി. ഒരു അങ്ങനത്തെ ഒരു ഇതായതുകൊണ്ട് അങ്ങനെ പേര് വീണെന്ന് പെങ്ങൾ അണ്ണാന്ന് വിളിച്ചത് നാട്ടുകാരെ സ്വീകരിച്ചു. നമ്മുടെ ബ്രാൻഡ് നെയ്മ് അതാണ്. ഈ അണ്ണന് നിരവധി ഷോർട്ട് ഫിലിമുകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഏകദേശം എത്ര ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട്? ഞാനിപ്പോൾ ഏകദേശം ഒരു 24-25 ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് വരാനുള്ള കാരണം എൻ്റെ വീട്ടിലൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ തിരഞ്ഞെടുത്തപ്പോൾ ചെറിയൊരു ഷോട്ട് എനിക്ക് തരാമെന്ന് അതിൻ്റെ സംവിധായകൻ പറഞ്ഞുകൊണ്ട് ഞാൻ ചെറിയ ഷോട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് രാജേഷ് കോട്ടപ്പള്ളി എന്നുള്ള ആളാണ് പ്രശസ്തനായ സംവിധാനം. പുള്ളിയാണ് എന്നെ ഈ ഫീൽഡിലേക്ക് ആദ്യമേ എത്തിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഇപ്പം രാജീവ് ശ്രീരംഗ സാറ്, നമ്മുടെ എലിക്കുളം ജയകുമാർ സാറിൻ്റെ പുതിയ ഇത് ഇറങ്ങാൻ പോകുന്നു മറ്റൊന്നെന്ന് പറഞ്ഞ്. അപ്പം അങ്ങനെയൊക്കെ ഒരു ഇതായി. അപ്പോൾ പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ കൂടുതൽ ബിസിനസ്സും രാഷ്ട്രീയമാണ്, പക്ഷെ ഒരു കലയുള്ള താല്പര്യം കൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് ഒരു ഇത് തന്നെയായി. ഏകദേശം ഒരു 25ഓളം ഷോർട്ട് ഫിലിം വെച്ചിട്ട് 4 ആൽബങ്ങളുണ്ട്, ഒരു 4 സിനിമകളുണ്ട്. സിനിമ ഏറ്റവും ആദ്യം ചെയ്തത് തെങ്കാശിപ്പട്ടണം, അതായത് വർഷങ്ങളായി. അന്ന് അത് കഴിഞ്ഞ പിന്നെ ഒരു സ്റ്റേ വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാവ്യമാധവനെ കൊണ്ട് വരുന്ന ഒരു സീനും കാര്യങ്ങളും വലിയ ഇത് കിട്ടിയില്ലെങ്കിലും നല്ലൊരു എനിക്കൊരു ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു മനസ്സിൽ. ഇപ്പോൾ ഒരു 15-20 കൊല്ലം ആയിക്കാണും എന്നാ തോന്നുന്നു. 20 പൊള്ളാച്ചിയിലായിരുന്നു ഷൂട്ടിങ്ങും കാര്യമായിട്ട്. പൊള്ളാച്ചി തന്നെയാണ് എൻ്റെ ഷൂട്ടിങ്. ഒരു സിംഹം അലയും കാറ്റിൽ എന്ന് പറഞ്ഞുള്ള പാട്ട് തുടങ്ങുമ്പോഴത്തേക്കും ദേഷ്യപ്പെട്ട് കാവ്യമാധവൻ എൻ്റെ സെന്നായിരുന്നു, മറ്റേ റെഡ് സെന്ന്. അതേ വന്ന് നിർത്തി ഞാനും ഒരു വലിയ സീൻ കാണിക്കുന്നില്ലെങ്കിലും അവർ ചെയ്യുന്ന നമുക്ക് അതായത് ഒരു ഇതായി ശേഷം പിന്നെ വർഷങ്ങളോളം കാര്യങ്ങളില്ലായിരുന്നു. പിന്നെ ഈ ഒരു പുതിയ ഷൂട്ടിങ് നമ്മുടെ വീട്ടിൽ വെച്ച് തുടങ്ങിയപ്പോൾ രാജ്കോട്ട് സാർ വെച്ച് തുടങ്ങിയപ്പോൾ ചെറിയൊരു സീൻ തന്നപ്പോഴത്തേക്കും അതിനകത്തുള്ളതിൽ പിന്നെ കയറി പോകും. പിന്നെ ഒരു നല്ലൊരു ഇതായി. ഈയിടെ ഒരു മുറ അല്ലേ? മുറ സിനിമ സുരാജ് പഞ്ഞാറമ്മൂട് സാറിൻ്റെ അത് തിരുവനന്തപുരത്തായിരുന്നു ഷൂട്ടിങ്. അതിൻ്റെ പ്രൊമോട്ടിങ് ഉണ്ടായിരുന്നു നമ്മുടെ ജോസ് തിയേറ്ററിലെ പാലയിൽ. അപ്പോൾ ഞങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്തും ചെറിയ വലിയ സിനിമ അല്ലെങ്കിലും 2-3 സീനുകളുണ്ടായിരുന്നു. സുരാജ് സാർ പുതിയത് ഇപ്പം നമ്മുടെ ഒറ്റക്കൊമ്പൻ്റെ ഷൂട്ടിങ് തിരുവനന്തപുരത്ത് പൂജപ്പുരയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇനി ബാക്കി ഭാഗങ്ങൾ കായനപ്പള്ളി, നമ്മുടെ പാലാപ്പള്ളി അവിടെയൊക്കെ ആയിട്ട് ഷൂട്ടിങ് ചെയ്യണം. അതിനകത്തും നമുക്കൊരു ന്യായമായിട്ടുള്ളൊരു റോള് കാര്യങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വേറെ അഭിനയിച്ചിട്ടുണ്ടല്ലോ വർഷവും ദൈവത്തിൻ്റെ സ്വന്തം വർക്ക്ഷോപ്പ്, ധ്യാൻ ശ്രീനിവാസൻ ഉണ്ടായിരുന്നു, നമ്മുടെ ജാഫർ ഇടുക്കിക്കാൻ എല്ലാവരും കൂടി ഉണ്ടായിരുന്നു. കൊല്ലപ്പള്ളിയിലും ഇവിടെയും പാലയിൽ തന്നെയാണ് ഷൂട്ടിംഗ് നടന്നത്. അത് റിലീസിങ് ആയിട്ടില്ല. അതിനകത്തും അഭിനയിക്കാനുള്ള സാഹചര്യം ഉണ്ട്. ഒരുമാതിരി നല്ല വേഷം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ കൂടുതൽ സിനിമ നല്ല വേഷം നമുക്ക് കിട്ടണം. നല്ല വേഷം കിട്ടണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുള്ള വ്യക്തികളൊക്കെ നമ്മളെ പ്രൊമോട്ട് ചെയ്താൽ പിന്നെയും ആൾക്കാർ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും. ഈ അടുത്ത കാലത്ത് കലാഭവമണി പുരസ്കാരം കിട്ടിയത് തിരുവനന്തപുരത്ത് കലാപ്രതിഭ എന്നുള്ള ഇതിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ ഇപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ജനമൈത്രി പോലീസ്, കാരുണ്യ സംസ്കാര സമിതി, സന്മനസ് കൂട്ടായ്മയായിട്ട് ഞങ്ങളിപ്പോൾ 16,500ഓളം ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്തു. അപ്പോൾ അതിൻ്റെ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് നമുക്ക് മദർ തെരേസ പുരസ്കാരം കിട്ടിയിരിക്കുന്നത്. അതുകൂടാതെ തന്നെ എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ കടയിൽ നിന്ന് പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പല സാധാരണക്കാരുടെ ആൾക്കാരെല്ലാം വന്ന് മേടിക്കും. അല്ല വലിപ്പം ചെറുപ്പമൊന്നുമില്ല, മുതലാളിയെന്നോ തൊഴിലാളിയെന്നോ പാവപ്പെട്ടവനോന്നോ അങ്ങനത്തെ ഒരു ഇതില്ല, എല്ലാവരും കഴിക്കും. ഞാനും ആ കൂട്ടത്തിൽ ഞാനിരുന്ന് കഴിക്കും. എനിക്ക് അങ്ങനത്തെ ഒരു മനസ്സുള്ള ഒരാളാണ്. ഈ 25 ഷോർട്ട് ഫിലിം അഭിനയിച്ചു എന്ന് പറഞ്ഞു. സ്വന്തമായിട്ട് ഇതുവരെ ഷോർട്ട് ഫിലിം നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്? ഷോർട്ട് ഫിലിം ഒരു 3 എണ്ണം ഞാൻ ചെയ്തായിരുന്നു സ്വന്തമായി. മാധവേട്ടനും മക്കളും, എൻ്റെ പെങ്ങൾ നന്ദിനി, അങ്ങനെ 2 എണ്ണം ഞാൻ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി പ്രൊഡ്യൂസർമാരും ഞങ്ങളെല്ലാം കൂടി സഹകരിച്ചാണ് ചെയ്യുന്നത്. പിന്നെ കലാകാരന്മാരും കൂടി അഭിനയിക്കാനുള്ള താല്പര്യമുള്ള ആൾക്കാരെല്ലാവരും കൂടി സഹകരിച്ച് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഈ അതിലേത് അതിന് എല്ലാം ഹിറ്റാണോ? ഒരുമാതിരി എല്ലാം നല്ല യൂട്യൂബിൽ നല്ല ഓടിക്കൊണ്ടിരിക്കുകയാണ്. അഭിനയത്തിനെ പറ്റി ഒന്നും പറയുന്നില്ല, പിന്നെ ജനങ്ങളല്ലേ പറയേണ്ടത്. പറ്റി ഇപ്പം നല്ല ഇതാവുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കണ്ടിട്ട് ആൾക്കാർ നമ്മളെ കണ്ടിട്ട് ഒരുപാട് പേര് പടം കൈവസം കണ്ടായിരുന്നു, നന്നായിട്ടുണ്ടോ എന്നൊക്കെ ഉണ്ട്. അഭിനന്ദനങ്ങളെല്ലാം ഇന്നലെ തന്നെ 2-3 സീരിയലിൻ്റെ യൂട്യൂബിലിട്ടായിരുന്നു, ഫേസ്ബുക്കിലിട്ടായിരുന്നു. അപ്പോൾ തന്നെ ഒരുപാട് പേര് കൊള്ളാം മക്കളെ എന്ന് പറഞ്ഞാൽ അമ്മമാർ, ചേട്ടന്മാർ, കൂട്ടുകാരന്മാർ എല്ലാം വിടും. അപ്പോൾ അവരൊക്കെ അങ്ങനെ നമുക്ക് ലൈക്ക് അടിക്കുമ്പോൾ നമുക്കൊരു മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പം എത്ര വയസ്സായി? ഇപ്പം എനിക്ക് 45 വയസ്സായി. 40 വയസ്സ്. അപ്പോൾ 45 വയസ്സൊന്നും ഒരു പ്രായമല്ല. കാരണം ചില ആളുകൾ ഈ ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷമാണ് പ്രശസ്തരാണ്. ചിലപ്പോൾ പ്രശാന്ത് നടനും അങ്ങനെയായിരിക്കും ചിലപ്പം. അല്ല, ഞാൻ പറഞ്ഞത് അതായത് ഈ തെങ്കാശിപ്പട്ടണം കഴിഞ്ഞ് അടുത്തൊരു പടത്തിലേക്ക് ഇത്രയും റാഫിയായിട്ടുള്ള പരിചയം കൊണ്ട് അതെങ്ങനെയാണ്? അങ്ങനെയല്ല, എനിക്ക് അവിടെയായിരുന്നു. എനിക്ക് അവിടെ എസ്റ്റേറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എനിക്കല്ല, എൻ്റെ അളിയനും എല്ലാവർക്കും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ചെറിയ സീൻ നടക്കുന്ന പറയുമ്പോൾ റെഡ് സെന്ന് വേണം, റെഡ് സെന്ന്. അപ്പോൾ അന്ന് ഞാൻ പുത്തൻ സെന്നിയുടെ സമയം. അപ്പോഴത്തേക്കും ആ വണ്ടി ഇതിനകത്ത് കയറ്റിയപ്പോൾ ഞാൻ ഡ്രൈവറുമായിട്ട് കാവ്യമതായിട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് അവരുമായിട്ട് ബന്ധപ്പെടുമല്ലോ? പിന്നീടില്ല, ദിലീപ് സാറൊക്കെ ആയിട്ട് നല്ല പരിചയമുണ്ട്. ദിലീപ് സാർ ഞങ്ങളുടെ വള്ളിച്ചിറയിൽ അമ്പലത്തിലൊരു പ്രത്യേക അമ്പലമുണ്ട്, പതിയൽ ക്ഷേത്രം പറയും, അവിടെ വരാറുണ്ട്. അപ്പോൾ ദിലീപ് സാറായിട്ടുള്ള ബന്ധമുണ്ട്, കാവ്യ ചേച്ചിയായിട്ടുള്ള ഇതൊക്കെ ഉണ്ട്. എല്ലാം ലോഹ്യം വെച്ച് അപ്പം അവർക്ക് അന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെയാണ് ഇത് പറഞ്ഞപ്പോഴാണ് കാവ്യ ചേച്ചി ഒരു ദിവസം ചിരിക്കും കൂടി ചെയ്തു. അന്ന് അത്രയല്ല, ചെറുപ്പമല്ലായിരുന്നു പുള്ളിക്കാരത്തിന് ആദ്യകാല പടങ്ങളാണല്ലോ. അടുത്തതായിട്ട് നിങ്ങളുടെ ഒരു ഷോർട്ട് ഫിലിം മരുന്ന് എന്ന പേരിൽ ഷോർട്ട് ഫിലിം വരുന്നതായിട്ടുണ്ട്. അതിൻ്റെ വിശേഷം എങ്ങനെയാണ്? ഇപ്പോഴത്തെ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റിയുള്ള ഒരു സിനിമയാണ്. അത് നമ്മുടെ എലികുളം ജയകുമാർ സാറാണ് ചെയ്യുന്നത്. അത് നിർമ്മാണം ഞങ്ങളെല്ലാവരും കൂടി കൂടിയ സംവിധാനം പൊളിയാണ്, ഞങ്ങളെല്ലാവരും കൂടി കൂടിയ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിപ്പോൾ അത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വൻ ഹിറ്റ് ആവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ തലമുറയുടെ സകല കാര്യങ്ങളും അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു എനിക്ക് ഭയങ്കര അനുഭവമായി. പിന്നെ അതുമല്ല, എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനില്ലായിരുന്നു, വേറെ 2-3 ചേച്ചിമാർ അവിടെ ഒരു വേറെ വർക്കിന് വന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അവർ തന്നെ അവിടെ കിടന്ന് പൊട്ടിക്കരയും. അവർ ഭയങ്കരമായിട്ട് ഇതാക്കും. അതിൻ്റെ വില്ലനെ തല്ലിക്കൊല്ലണം, അവനെ ഒരു അടി കൊടുത്താൽ പോലെ 2-3 അടി അവനിട്ട് ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവരവിടെ കിടന്ന് എഡിറ്റ് ചെയ്യുന്ന പുള്ളിക്കാരോട് ദേഷ്യപ്പെടുക. ഇത് പോരെന്ന് പറഞ്ഞു, സംവിധാനം അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ആ പുള്ളി എന്നോടൊന്ന് പറഞ്ഞു, എലികുളം ജയകുമാർ സാറിനോടൊന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ നല്ലൊരു ക്യാരക്ടറായിട്ട് വരുന്ന അതിനകത്ത് മെയിൻ റോള് ഞാൻ തന്നെ. അത് മൊത്തം ഇത് പറയാനുള്ള ഇതായിട്ടില്ല, റിലീസ് ആയിട്ടുള്ള നല്ല ഒരു ഇതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം. അതെ. പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ലഹരിയാണ് തലമുറയിൽ. അപ്പോൾ അതിനെതിരെ ഇങ്ങനെയുള്ള ബോധവൽക്കരണങ്ങൾ ഏറ്റവും അത്യാവശ്യമാണ്. അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ ഇറങ്ങിയ സിനിമ TV പ്രദർശിപ്പിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു. നമ്മള് സോനി സാറല്ലായിരുന്നോ നമ്മൾ ഇന്നലെ ലഹരി വിമോചനത്തിനെതിരെ കുരിശുപള്ളിക്ക് പ്രവർത്തിച്ചപ്പോൾ. ഇപ്പം ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണ 2 ഗ്ലാസ് കള്ള് അല്ല ഒരു ബ്രാൻഡി ഒക്കെ അടിക്കുന്ന ആൾക്കാരുണ്ട്, ചെറിയ സ്മോളൊക്കെ. പക്ഷെ അത് ഇത്ര ഉള്ളത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ MDMA, കഞ്ചാവ് അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കുക പിള്ളേർ, എന്തും ചെയ്യാൻ തയ്യാറാണ്. ഇപ്പം നമ്മളൊരു എക്സസൈസിനോട് ഒരു കാര്യം പറഞ്ഞാൽ പിറ്റേ ദിവസം വന്ന് നമ്മളെ വെട്ടിക്കൊല്ലുക. ഇന്നലെ തന്നെ ഫേസ്ബുക്കിൽ 3 വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. അത് പോലീസുകാർക്കിട്ട് ഈ മയക്കുമരുന്നിന് അടിമകളായ പിള്ളേർ പോലീസിനെ ആക്രമിക്കുന്ന ഇന്നലെ തന്നെ 3 ഫേസ്ബുക്കിലാണ് 3 സ്ഥലത്ത്. അപ്പൊ അതിനെതിരെ ഇങ്ങനെയുള്ള മരുന്ന് പോലെയുള്ള സിനിമകൾ അതിന് ബോധവൽക്കരണത്തിന് ആവശ്യമാണ്. ഇപ്പം സർക്കാർ പുതിയതായിട്ട് ഇപ്പം നല്ല സ്ട്രിക്റ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം മുതൽ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഗാനമേളയ്ക്കൊക്കെ, ഗാനമേള എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപിടി, അല്ലാതെ ഗാനമേള ഇല്ല. അപ്പോൾ ഒരുത്തിനോട് ദേഷ്യം ഉണ്ടെങ്കിൽ അവൻ ആ ഗാനമേളയ്ക്ക് പോയിട്ട് അവനെ അടുത്ത് തീർക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സമൂഹത്തിലേക്കുള്ള ഒരു എല്ലാ മാറ്റങ്ങളും വരാനുള്ള ഒരു സിനിമയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നുണ്ടല്ലോ? ചെയ്യുന്നുണ്ട്. അത് എത്ര കാലം എങ്ങനെയുള്ള? ഞാനിപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 5 കൊല്ലമായി. പിന്നെ ആരോടും അങ്ങനെ അധികം പറയാറില്ല. പിന്നെ എന്നെ അറിയാവുന്ന ഒരു 150 വ്യക്തികൾക്ക് അറിയാം. ഞാൻ അരിയായിട്ടും സാധനങ്ങളായിട്ടും ഡയാലിസിസ് കിറ്റായിട്ടും ക്യാൻസർ രോഗികൾക്ക് ചികിത്സിക്കാനുള്ള സഹായമായിട്ടും, പിന്നെ അതുകൂടാതെ ഇപ്പോൾ ഒരു രോഗി പരിചരണത്തിന് ഒരാളെ വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അത് എൻ്റെ കൂട്ടുകാരന്മാർ ഒത്തിരി പേരുണ്ട്. പിന്നെ ഈ പറഞ്ഞ പിള്ളേഴ്സിട്ട് ഒത്തിരി പേരുണ്ട്, നല്ല പിള്ളേരുണ്ട്. അപ്പോൾ അവരെല്ലാം ഞാൻ വിടുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് തന്നെ ഞാൻ അവരുടെ ചെലവും കാര്യങ്ങളും ചെയ്യുന്നത്. ബ്ലഡ് ഡൊണേഷൻ ഉണ്ട്. ഉണ്ട്, ബ്ലഡ് ഡൊണേഷൻ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്, കാരുണ്യ സാംസ്കാരിക സമിതി. പിന്നെ നമ്മുടെ സെൻമെൻസ് ജോർജ് ഏട്ടൻ്റെ കൂട്ടായ്മ, ജനമൈത്രി പോലീസിൻ്റെ കൂട്ടായ്മ, ഇവരെല്ലാവരും കൂടി അങ്ങ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. പുതിയ പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണ്? പുതിയ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പുണ്യാളം പാപ്പച്ചെന്ന് പറഞ്ഞൊരു
വെബ് സീരീസ് ചെയ്തിരുന്നു. അത് ഈസ്റ്ററിന് ഇറങ്ങിയതാണ്. നമ്മുടെ കഴിഞ്ഞ വർഷം കഴിഞ്ഞല്ല 3 വർഷമായി. അപ്പം അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഈ പ്രാവശ്യത്തെ ഈസ്റ്ററിന് ഇറങ്ങുന്നുണ്ട്. നമ്മുടെ ഹാസ്യമാണ് ഈസ്റ്റർ ദിനത്തിൽ ഇറങ്ങുന്നത്. അത് കുടുംബത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും അവിടെ നിന്ന് ഗൾഫിൽ നിന്ന് നമ്മൾ വരുന്നതും അച്ഛന്മാരും അമ്മമാരും നമ്മൾ നോക്കിയിരിക്കുന്നതും അതിന് നമ്മൾ തിരിച്ചു പോകുമ്പോഴുള്ള വിഷമവും പിന്നെ അവരെ കൊണ്ട് അവരെ മക്കൾക്ക് നോക്കാൻ പറ്റാത്തതുകൊണ്ട് അവരെ കൊണ്ട് അനാഥാലയത്തിലാക്കുമ്പോഴുള്ള അച്ഛൻ്റെ വിഷമങ്ങളും അങ്ങനത്തെ ഒരു നല്ലൊരു സീനാണ്. അത് ഈസ്റ്ററിന് ഈ 50 നോയമ്പ് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ റിലീസിംഗ് ഉണ്ട്. ഒരെണ്ണം കഴിഞ്ഞു, ആദ്യത്തെ പാട്ട് കഴിഞ്ഞു, രണ്ടാമത്തെ പാട്ട്. വേറെ സിനിമകൾ പുതിയതൊന്നും ആയിട്ടില്ല. പിന്നെ ഒരുപാട് സ്ഥലത്ത് വിളിക്കുന്നുണ്ട്. പിന്നെ ഓരോരോ ബിസിനസ്സും കാര്യങ്ങളും രാഷ്ട്രീയവും എല്ലാം ഉള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടി ഓടാൻ പറ്റില്ല. നടക്കുന്നുണ്ട്. അതെല്ലാവരും പറയുന്നുണ്ട്. ഇപ്പോൾ കാവുകാട്ട് മൈക്കിളേട്ടനും സന്തോഷമായിട്ട് ചേട്ടനൊക്കെ ചോദിച്ചു. പിന്നെ കാണാനൊക്കെ എൻ്റെ പൊന്നാണ്ടാ ഞങ്ങളെ കൊണ്ട് ഇത് ഓടി നടക്കാൻ പറ്റില്ല. എന്ന് നോക്കിയാലും ഫേസ്ബുക്കിലാണ് എൻ്റെ പടം, വാട്സപ്പിൽ പടം, എല്ലാ സ്ഥലത്തും യൂട്യൂബിലും എല്ലാം ഇത് ഞങ്ങളെ വെക്കേണ്ട പറ്റും. പക്ഷേ എന്നെക്കൊണ്ട് എൻ്റെ ആരോഗ്യ പരിമിതികളുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷം കണ്ടെത്തുന്നു. അത്രേ ഉള്ളൂ. നമുക്ക് ജീവിച്ചിരിക്കുമ്പോഴല്ലേ പറ്റുള്ളൂ അല്ലേ? നമ്മളിപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ട് ചെന്നിട്ട് സ്വർഗമോ നരകമോ തരാൻ ദൈവത്തിനും പറയുമ്പോൾ ഡാ ഇവിടെ തന്നെ ആയിരുന്നു സ്വർഗം, നീ ഇവിടെ അനുഭവിക്കാതെ വന്നിട്ട് ഇവിടെ വന്നിട്ട് സ്വർഗം തരാൻ ഇപ്പൊ സ്വർഗത്തിലാണ്. ഇഷ്ടമുള്ള തൊഴിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ കാണുന്നു. അതൊരു നല്ല ഇതൊക്കെയുള്ളൂ. നമ്മുടെ കാര്യം ആരോടും ഒന്നും പറയാൻ പറ്റില്ല. എപ്പോഴും എന്താ സംഭവിക്കുന്നത് ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഉള്ള സമയത്ത് നമ്മൾ സന്തോഷിക്കുക, എൻജോയ് ചെയ്യുക, ആർക്കും ഒരു ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ. മനസ്സിലായോ? അപ്പം കാരുണ്യ പ്രവർത്തനവും നടനവും നിർമ്മാണവും ബിസിനസ്സും എല്ലാമായിട്ട് ഇനിയുള്ള നാളുകൾ നല്ല രീതിയിൽ പോകട്ടെ. ഇനി കൂടുതൽ നല്ല സിനിമകളിൽ നല്ല അഭിനയിച്ച് നല്ലൊരു ആർട്ടിസ്റ്റായി പേരെടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വൈകി ന്യൂസിന് വേണ്ടി തരുന്ന സമയം ചെലവഴിച്ച് നന്ദി. സന്തോഷം.